ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലുള്ള ഒരു വീടാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഒക്കെ മാറിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുവാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്താവുന്നതാണ്. HMT ജംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, 5 കിലോമീറ്റർ മാത്രമാണ് HMT ജംഗ്ഷനിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 16 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കുകാർക്കാണെങ്കിലും ഇവിടെ വളരെ അടുത്താണ്. നമുക്ക് പുക്കാട്ടുപടിയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളമശ്ശേരിയിലേക്ക് ഇൻഫോ പാർക്കുകാർക്ക് വളരെ ഈസി ആയിട്ട് എത്താം. ഈ കാണുന്ന വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വെറും 9 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ 10 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന വളരെ ചെറിയ ബഡ്ജറ്റുള്ള ഈ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ അറിയാൻ പോകുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണെന്ന് ഞാൻ പറഞ്ഞു. കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ നമുക്ക് മതിൽ ഗേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ മതിൽ നമുക്ക് അധികം വരുന്നില്ല. ബാക്ക് സൈഡിലേക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ഗേറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ജിയുടെ സ്ക്വയർ ട്യൂബിൽ ഡക്കൂർ ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിൽ, അതായത് മതിലിന് പകരം ഏകദേശം കംപ്ലീറ്റ് പോർഷനും ഇവിടെ നമുക്ക് ഈ ഒരു GA സ്ക്വയർ ട്യൂബിൽ അയണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ പോർഷൻ വന്നിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റ് കളർ പെയിന്റും അതിൽ ചെറിയൊരു ഗ്രേ ഷെയ്ഡും വരുന്ന രീതിയിലാണ്. മുകൾ ഭാഗത്തുള്ള ബാൽക്കണിയുടെ സ്പേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും GA പൈപ്പ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറുകൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് ഫിറ്റിംഗ്സും വീട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. നമുക്ക് ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തും ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഗേറ്റ് കടന്ന് നേരെ കയറിയിട്ട് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ഉണ്ട്. ചെയ്തിട്ടില്ല, നമുക്കത് ബിൽഡറായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങോട്ടേക്കെല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ചുറ്റിനും നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പകുതിയോളം തന്നെ ഇങ്ങനെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനിലാണ് നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. കിണറിന്റെ ചുറ്റിനുമുള്ള ഏരിയ ഒക്കെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ വാട്ടറിനുള്ള സോഴ്സ് അപ്പൊ കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷനായിട്ട് നമുക്കുള്ളത് KWയുടെ വാട്ടറും കൂടിയാണ്. എന്താണെങ്കിലും സൈഡിലൂടെയൊക്കെ നമുക്ക് നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഇതിന്റെ ദർശനം വന്നിട്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. നമുക്ക് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ വീടിന്റെ വർക്കുകളെല്ലാം തന്നെ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ വന്ന സാധനങ്ങൾ, പെയിന്റിന്റെ ബക്കറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ ഒരു ഇതായിട്ട് തോന്നണ്ട. അപ്പൊ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. ഒരു ചെറിയ ലിവിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. എങ്കിൽ പോലും അത്യാവശ്യത്തിന് നമുക്കൊരു 4-5 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്പേസ് ആണ് ലിവിംഗിൽ കിട്ടുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. മൾട്ടിവുഡിൽ ആ വുഡൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സൈഡിലാണെങ്കിലും ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഫ്രഞ്ച് മോഡൽ വിൻഡോയും ഈ ഒരു ഭാഗത്ത് വന്നിട്ട് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റൂഫിൽ നോക്കുകയാണെങ്കിലും വർക്കുകളും LED സ്ട്രിപ്സുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നമുക്കൊരു 4-5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. നേരെ വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഷെൽഫ് ഫെസിലിറ്റികൾ, ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളൊക്കെ വെച്ചിട്ടുള്ള ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയുടെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കുകളാണ്. താഴെ നമുക്ക് കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇത് വെച്ചിരിക്കുന്ന ഈ ഒരു വാഷ് ബേസിൻ വെച്ചിരിക്കുന്ന പ്ലേസ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മിററും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടെ കാണാനായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്. അപ്പൊ നമുക്ക് ഡൈനിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സ്പേസ് കാണാം. അത് വന്നിട്ട് ഇവിടുത്തെ ഒരു ബെഡ്റൂം ആണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഒരു പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. ഒരു ബ്രൗൺ കളറിലുള്ള പെയിന്റ് ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 11x10 11-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ അത്യാവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ആ സെയിം വുഡൻ കളർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യം കിട്ടുന്ന രീതിയിൽ സ്പേസ് ഇട്ടിട്ടൊക്കെ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് എല്ലാം തന്നെ നോക്കിയാലും കാണാം സെയിം ആ ഒരു മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ്, സെയിം ഡിസൈൻ വരുന്ന മൾട്ടിവുഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ഗ്രാനൈറ്റ് ആണ്. സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് കിച്ചൺ സ്ലാബിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലോർ ടൈലിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയ ഒരു ഗ്രേ കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെയിം കളർ കോമ്പിനേഷനിലുമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെയോ ആയിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. കിച്ചണിന്റെ ആ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ അഡീഷണൽ നമുക്ക് 3 വിൻഡോസ് കൂടി വേറെ കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഡോർ തുറന്നാൽ നമുക്ക് നേരെ വരുന്നത് ഇവിടുത്തെ ഓപ്പൺ സ്പേസിലേക്കാണ്. ഇപ്പൊ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് പിന്നീട് അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കണമെങ്കിൽ സ്പേസ് കുറച്ച് അവിടെ വിട്ടിട്ടുണ്ട്. അപ്പൊ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. ഇതിന്റെ ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കയറി പോകുന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലത്തെ നിലയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. കയറി വന്ന വഴികളുടെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് കാണാം. അതിന്റെ ടോപ്പിൽ വന്നിട്ട് പെർഗോള മോഡലിൽ ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് സൺലൈറ്റ് ഒക്കെ നല്ല രീതിയിൽ അകത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിലത്തെ നിലയിൽ നമുക്ക് ആദ്യത്തെ റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റൂമുകളുടെയൊക്കെ ഡോറിന്റെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂം നോക്കുവാണെങ്കിൽ ഇത് മാത്രമാണ് ഇവിടെ ബാത്ത് അറ്റാച്ച്ഡ് അല്ലാതെ ചെയ്തിരിക്കുന്നത്. നമുക്കിത് യൂട്ടിലിറ്റി ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഒരു ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വർക്കുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇതൊരു 4 BHK വീടാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. നമുക്ക് ഇതൊന്നില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡോറ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് മുകളിലെ ടെറസിലേക്ക് പോകാനുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോൾ നേരെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഇവിടുത്തെ ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ്. അടുത്തടുത്തായിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിലേക്ക് പോകുന്ന വഴിക്ക് മുകളിലെ വർക്കുകൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. നല്ല രീതിയിൽ LED സ്ട്രിപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫാൻ ഫെസിലിറ്റി എല്ലാ റൂമുകളിലും തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x10 13-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളിലെല്ലാം തന്നെ വലിയ LED ലൈറ്റുകളാണ് വന്നിരിക്കുന്നത്. അതിനകത്തെല്ലാം LED സ്ട്രിപ്പുകളും ഫാൻ ഫെസിലിറ്റി എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡോറുകളൊക്കെ സെയിം മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നോക്കുവാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യത്തിന് സ്പേസ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13x9 ഫീറ്റ് 13x9 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമുകളിലെ പോലെ ബോർഡർ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം വലിയ LED ലൈറ്റുകളുമാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. സെയിം ടൈലുകളുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഇവിടെയും ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. വീടിന്റെ ഫ്രണ്ടിലേക്കാണ് നമുക്ക് ഇതിന്റെ വ്യൂ കിട്ടുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇത് അയൺ ബാറുകൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഒരു ചെറിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ചുറ്റിനും നിറയെ നൈബേഴ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് വരുന്നത്. ഇവിടുത്തെ ഒരു ഇതിന്റെ നമുക്ക് എടുത്തു പറയാവുന്നതെന്ന് വെച്ചാൽ ഇത് കളമശ്ശേരിയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. HMT ജംഗ്ഷനിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ദൂരം വരുന്നത്. നുവാൽസ് ഇവിടെ അടുത്താണ്. സംറ ഇന്റർനാഷണൽ ഓഡിറ്റോറിയം എല്ലാവർക്കും അറിയുന്നതാണ്. അത് കോൺഫറൻസ് ഹോൾ അതിവിടെ വളരെ അടുത്താണ്. അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യങ്ങളും കൊണ്ടൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1450 വരുന്നത്. 1450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്. 70 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.